Mamma's dishwash liquid. Soft on hands. ഫ്രാൻസ് ഭരണകൂടം വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ഫ്രാൻസ് മുന്നിൽ കണ്ടതുപോലെയുള്ള കാര്യങ്ങൾ നടക്കാത്തതിൻ്റെ കാരണങ്ങൾ ഒരുപാടുണ്ട്. ആദ്യഘട്ടം മുതൽ തന്നെ ഫ്രാൻസ് മുസ്ലിങ്ങൾക്കെതിരെയുള്ള നീക്കം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. ഭരണകൂടം മുസ്ലിങ്ങൾക്കെതിരെ നടന്ന അതിക്രമണത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ പ്രവാചകനെ വളരെ മോശമായി ചിത്രീകരിച്ച സംഭവത്തിൽ വ്യക്തമായ നടപടികളൊന്നും എടുക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇതുപോലെയുള്ള അവസ്ഥകൾ ഫ്രാൻസ് നേരിട്ടത്. എന്തായാലും അത്തരം വിഷയങ്ങൾ സംഭവിക്കാൻ പാടില്ലാത്തത് തന്നെയാണ്. ആ വിഷയത്തിൻ്റെ പേരിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പരസ്പരം ആക്രമിക്കപ്പെട്ടു എന്നുള്ളത് വസ്തുതാപരമായ സത്യമാണ്. പക്ഷേ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മുസ്ലിങ്ങൾക്ക് സംഭവിച്ചു പോയിട്ടുള്ള വിഷമത്തിൽ ദുഃഖത്തിൽ താനും പങ്കുചേരുന്നു എന്നും അത് സംഭവിക്കാൻ പാടില്ലാത്ത കാരണമെന്ന് പിന്നീട് തുറന്നു പറയാൻ രംഗത്ത് വന്നതും പ്രത്യേകമായ ചില കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. റഷ്യ ശക്തമായ രീതിയിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദിച്ചു എന്നുള്ളതാണ്. റഷ്യൻ വക്താവായിട്ടുള്ള ദിമിത്രി പെസ്കോവ് വളരെ വ്യക്തമായി പറഞ്ഞു, തങ്ങളുടെ രാജ്യത്ത് ഫ്രാൻസിലേതുപോലെയുള്ള ഷർലി ഹെബ്ദോയെ പോലെയുള്ള മാധ്യമങ്ങൾക്ക് ഒരു കാരണവശാലും അനുമതി നൽകുകയില്ല. മുസ്ലിങ്ങൾക്കെതിരെ അധിക്ഷേപ വർഷങ്ങൾ അനുവദിച്ചു കൊടുക്കാൻ ഞങ്ങൾ ഒരു പത്രത്തിനും സ്വാതന്ത്ര്യം നൽകുകയില്ല എന്ന് റഷ്യൻ വക്താവായിട്ടുള്ള ദിമിത്രി പെസ്കോവ് തുറന്നടിച്ചു പറഞ്ഞു. ഞങ്ങൾ മുസ്ലിങ്ങളെ ബഹുമാനിക്കുന്നവർ തന്നെയാണെന്ന് ദിമിത്രി പെസ്കോവ് തുറന്നടിച്ച് പറഞ്ഞപ്പോൾ അത് ഫ്രാൻസിന് വലിയ തിരിച്ചടിയാണ് നൽകിയത്. അടുത്ത നിമിഷം കനേഡിയൻ പ്രസിഡന്റ് ജസ്റ്റിൻ ട്രൂഡോ, ലോകത്തെ ഏറ്റവും വലിയ മതേതരവാദിയായിട്ടുള്ള ഭരണാധികാരിയാണ് ജസ്റ്റിൻ ട്രൂഡോ. അതായത് അത്തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഭരണ കാഴ്ചപ്പാടുകൾ. അത് കൈയടിക്കേണ്ട കാര്യം തന്നെയാണ്. അദ്ദേഹവും വളരെ വ്യക്തമായി പറഞ്ഞു, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ലിമിറ്റേഷൻ ഉണ്ട് എന്ന്. അതായത് അത് അതിര് കടന്നു പോകരുത് എന്ന്. എപ്പോഴും ഇരകളാക്കപ്പെടുന്ന ഒരു സമൂഹത്തിന് മേലിൽ ഇത്തരത്തിലുള്ള അതിർവരമ്പുകൾ ലംഘിച്ച അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യമില്ല എന്നും അത് തെറ്റാണ് എന്നും ജസ്റ്റിൻ ട്രൂഡോ ചൂണ്ടിക്കാണിച്ചു. ഒപ്പം എടുത്തു പറഞ്ഞു, അവിടെ നടന്ന ആക്രമണ സംഭവങ്ങളിൽ താൻ കൃത്യമായി വിഷമം രേഖപ്പെടുത്തുന്നു എന്നും കൂടി ചേർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും വളരെ വ്യക്തമായി ജസ്റ്റിൻ ട്രൂഡോ ഉദ്ദേശിച്ചത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള നീക്കം ശരിയല്ല എന്നുള്ളത് തന്നെയാണ്. വലിയ ശക്തികൾ ഈ രീതിയിൽ തുറന്നടിച്ച് ഫ്രാൻസിനെതിരെ രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും റഷ്യയും കാനഡയും വളരെ ശക്തമായ നിലപാട് മുന്നോട്ട് വെക്കുമ്പോൾ അത് ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. തുടർന്നാണ് ഇമ്മാനുവൽ മാക്രോൺ അൽ ജസീറയ്ക്ക് അനുവദിച്ച അഭിമുഖത്തിൽ മുസ്ലിങ്ങൾക്ക് സംഭവിച്ച ആ വിഷമത്തിൽ താനും വിഷമം രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് രംഗത്ത് വന്നത്. എന്തായാലും ഈ രീതിയിലുള്ള പിന്തുണ ഇരകളാക്കപ്പെടുന്ന മുസ്ലിം സമൂഹത്തിന് നൽകിയ കനേഡിയൻ പ്രസിഡന്റ് ജസ്റ്റിൻ ട്രൂഡോക്കും റഷ്യൻ വക്താവായിട്ടുള്ള ദിമിത്രി പെസ്കോവിനും ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. മമ്മാസ് ഡിഷ് വാഷ് ലിക്വിഡ് ഉള്ളപ്പോ കുറച്ച് ചാടയൊക്കെ ആവാടോ. Mamma's dishwash liquid. Soft on hands.